രാഷ്ട്രപതി ഭവനിലെ വിവാദമായ പേരുമാറ്റം വലിയ കോമാളിത്തരത്തിലേക്കാണ് കേന്ദ്രത്തെ എത്തിച്ചിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയായ രാഷ്ട്രപതി ഭവന്റെ അകത്തുള്ള 2 ഹാളുകളുടെ പേര് മാറ്റിയതിൽ പരിഹാസവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. ദർബാർ എന്ന സങ്കല്പമില്ലെങ്കിലും ഷഹൻഷാ, അതായത് ചക്രവർത്തി എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു എന്നാണ് പ്രിയങ്കയുടെ പരിഹാസം. പേര് മാറ്റാനുള്ള ഈ തീരുമാനം കൂടുതൽ സ്വേച്ഛാധിപത്യ ഭരണരീതിയിലേക്കുള്ള മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും പ്രിയങ്ക എടുത്തു പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിക്കെതിരായ പ്രധാനമന്ത്രി മോദിയുടെ രാജകുമാരൻ എന്നർത്ഥം വരുന്ന ഷഹൻസാദ എന്ന പരാമർശത്തിന് ഷഹൻഷാ, അതായത് രാജാക്കന്മാരുടെ രാജാവെന്ന് മറുപടി നൽകിയിരുന്നു. ഈ സംഭവത്തെ മുൻനിർത്തിയായിരുന്നു പ്രിയങ്ക പേരുമാറ്റത്തെ പരിഹസിച്ചത്. രാഷ്ട്രപതി ഭവന്റെ പ്രധാന ഹാളുകളായ ദർബാർ ഹാൾ, അശോക് ഹാൾ എന്നിവയാണ് യഥാക്രമം ഗണതന്ത്ര മണ്ഡപം, അശോക മണ്ഡപം എന്നിങ്ങനെ പേര് മാറ്റിയിരിക്കുന്നത്. ഇന്ത്യൻ സാംസ്കാരിക മൂല്യങ്ങളും ധാർമ്മികതയും പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് പേര് മാറ്റലിന്റെ ഉദ്ദേശമെന്ന് രാഷ്ട്രപതി ഭവൻ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഓഫീസും വസതിയുമായ രാഷ്ട്രപതി ഭവൻ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമാണ്. അതിനാൽ തന്നെ ഇന്ത്യൻ രാഷ്ട്രപതി ഭവന്റെ അന്തരീക്ഷം ഇന്ത്യൻ സാംസ്കാരിക മൂല്യങ്ങളും ധാർമ്മികതയും പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ളതാകണം. അതനുസരിച്ച് രാഷ്ട്രപതി ഭവനിലെ 2 പ്രധാന ഹാളുകളുടെ പേര് ഗണതന്ത്ര മണ്ഡപം, അശോക മണ്ഡപം എന്നിങ്ങനെ പുനർനാമകരണം ചെയ്യുന്നു. ഇതായിരുന്നു രാഷ്ട്രപതി ഭവൻ പ്രസ്താവനയിൽ പറഞ്ഞത്. രാജ്യത്തെ കൊളോണിയൽ കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളിൽ നിന്നും മോചിപ്പിക്കുകയാണ് ഇത്തരം പേര് മാറ്റങ്ങളിലൂടെ ലക്ഷ്യമെന്നും പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് രാജ്യത്തെ പല സ്ഥലങ്ങളുടെയും വസ്തുക്കളുടെയും പേര് മാറ്റി ഹിന്ദു ദൈവങ്ങളുടെ പേരാക്കി മാറ്റിയെടുത്ത ഈ രാജ്യത്ത് പൂർണ്ണ ഹിന്ദുത്വം ഉണ്ടാക്കിയെടുക്കാനുള്ള കിണഞ്ഞ പരിശ്രമമാണ് കേന്ദ്രം ഇതുവഴിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിസ്സാരമായി നമുക്ക് പറയാം.